ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോ ഗ്രീൻ വിത്ത് ഇ വി. ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു ഇ വി എടുക്കുന്നത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചാണ്. സാമ്പത്തിക ലാഭം മൂലം നിങ്ങൾക്കുണ്ടാകുന്ന മനസ്സമാധാനമാണ് എനിക്കതിൽ ആദ്യമായി പറയാനുള്ളത്. ഒരു മിഡിൽ ക്ലാസ് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോൺ എടുത്താവും ഒരു കാർ അയാൾ പലപ്പോഴും സ്വന്തമാക്കുക. എന്നിട്ടും അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ വാഹനം ഉപയോഗിക്കാൻ അയാൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. കുടുംബത്തിനോടൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ ഉള്ള അല്പം സ്വല്പം യാത്രകളായി മാത്രം ഒരു പക്ഷേ ആ വാഹനത്തിന്റെ ഉപയോഗം ചുരുക്കപ്പെട്ടേക്കാം. ഏറിയാൽ മാസം തോറും 8 അല്ലെങ്കിൽ 10 യാത്രകൾ. ഭീമമായ ഫ്യൂവൽ എക്സ്പെൻസ് മാത്രമാണ് ഇതിനുള്ള കാരണം. എന്നാൽ ഇല്ലാത്ത പണം സ്വരുക്കൂട്ടി ഒരു കാർ വാങ്ങിയിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയിൽ നിന്നുമുള്ള ഒരു മോചനമാണ് ഇ വിയിലേക്കുള്ള നിങ്ങളുടെ ചുവടുമാറ്റം. നിങ്ങൾ ഒരു ഇ വി ഉടമസ്ഥനായാൽ പിന്നെ നിങ്ങളുടെ സന്തത സഹചാരിയും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ബൈക്ക് കാർ പോർച്ചിന്റെ ഒഴിഞ്ഞ മൂലയിലേക്ക് ഒരുപക്ഷെ ഒതുക്കപ്പെടും. പിന്നെ ചെറിയൊരു ഓട്ടത്തിനാണെങ്കിൽ പോലും ഇ വിയെ മാത്രം നിങ്ങൾ ആശ്രയിച്ചു തുടങ്ങും. കാരണം നാമമാത്രമായ ഒരു തുക മാത്രമേ നിങ്ങൾക്ക് ഫ്യൂവൽ കോസ്റ്റ് ഇനത്തിൽ ചെലവാക്കേണ്ടി വരുന്നുള്ളൂ എന്നതാണ് ഇതിനുള്ള കാരണം. 2 മാസം കൂടുമ്പോൾ KSEB ബില്ല് വരുമെന്ന് ഓർക്കണമെന്ന് മാത്രം. അതിനുള്ളൊരു തുക ആദ്യമേ നിങ്ങളുടെ ഫാമിലി ബഡ്ജറ്റിൽ കൃത്യമായി വകയിരുത്തിയാൽ ആ പ്രശ്നവും നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. മുൻപ് ചെറിയ യാത്രകൾക്ക് വേണ്ടി മാത്രം, പ്രത്യേകിച്ചും ഒറ്റയ്ക്കുള്ള യാത്രകൾക്ക് വേണ്ടി കാർ ഉപയോഗിക്കുമ്പോൾ പെട്രോൾ ചിലവ് നിമിത്തം ഉണ്ടായിട്ടുള്ള മാനസിക വിഷമം ഇനി നിങ്ങൾക്കുണ്ടാവില്ല. ശരിക്കും നിങ്ങൾ ഒരു കാർ ഉടമയാണെന്ന ആത്മവിശ്വാസം ഇ വി നിങ്ങൾക്ക് സമ്മാനിക്കും. അപ്പം മൊത്തത്തിൽ സാമ്പത്തികമായ ഒരു ലാഭം മൂലം ഒരു മനസമാധാനവും സന്തോഷവും ഇ വി നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ വാഹനം നമുക്ക് സമ്മാനിക്കുന്ന അസാധ്യമായ യാത്രാസുഖത്തെക്കുറിച്ചാണ്. പരമ്പരാഗത വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ ക്ലച്ച് പിടുത്തവും ഗിയർ ഷിഫ്റ്റും ഒന്നുമില്ലാതെ ഒരു ടോയ് കാർ ഓടിക്കുന്ന ഒരു ലാഘവത്തോടെ നമുക്കൊരു ഇ വി ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ പൊതുനിരത്തിലൂടെയാണെന്നുള്ള ഒരു ഓർമ്മ നമുക്കുണ്ടായിരിക്കണമെന്ന് മാത്രം. ഐസ് എഞ്ചിൻ വാഹനങ്ങളിലെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള വൈബ്രേഷൻ, ജെർക്കിംഗ് അങ്ങനെ ഒന്നും തന്നെ ഇ വികൾക്കില്ല. മാത്രമല്ല ഇ വികളുടെ ഉയർന്ന ടോർക്ക് തുടങ്ങിയ സവിശേഷതകൾ നമുക്ക് നൽകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ഡ്രൈവിംഗ് അനുഭൂതിയാണ്. AMD വാഹനങ്ങളിൽ പൊതുവെ കണ്ടുവരുന്ന ലാഗ്, ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിന് ശേഷം കാണുന്ന വലിവ് കുറവ് അങ്ങനെ ഒന്നും ഇ വികൾക്കില്ല. അതൊക്കെ കൊണ്ട് തന്നെ ഒരു സ്പോർട്സ് കാർ ഓടിക്കുന്ന ഫീലോടെ ഓടിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇ വികൾ. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ ഒരു പീസ് ഓഫ് മൈൻഡോടെ ഓടിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് ഇ വി. അടുത്തതായി എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മലിനീകരണമില്ലായ്മയാണ്. പൂർണ്ണമായും മലിനീകരണ വിമുക്തമായ ഒരു വാഹനമാണ് ഇ വി. ശബ്ദമലിനീകരണമോ വായു മലിനീകരണമോ ഇതുമൂലം ഉണ്ടാകുന്നില്ല. എഞ്ചിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ശബ്ദം ഈ വാഹനം പുറപ്പെടുവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ മനസമാധാനത്തോടെ ഓടിക്കാനും ഡ്രൈവിംഗ് ആസ്വദിക്കുവാനും ഇ വി മൂലം നമുക്ക് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു 20-25 കിലോമീറ്റർ ദൂരം ഒരു ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾ ഇ വിയിൽ ചെയ്തു നോക്കൂ. അപ്പോൾ മനസ്സിലാകും വ്യത്യാസം. ശബ്ദമില്ലാത്തത് കൊണ്ട് തന്നെ റോഡിൽ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അശ്രദ്ധമായി റോഡ് ക്രോസ് ചെയ്യുന്നവർ മൂലം ഇന്ന് ധാരാളം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇ വികളിൽ അത്തരത്തിലുള്ള അപകടം ഉണ്ടാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ കുറച്ച് കൂടുതൽ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലത്. അവസാനമായി എനിക്ക് പറയാനുള്ളത് ഈ വാഹനം നമുക്ക് സമ്മാനിക്കുന്ന ഒരു പ്രത്യേകതരം യാത്രാ അനുഭൂതിയെക്കുറിച്ചാണ്. മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ അസാധ്യമായൊരു യാത്രാസുഖവും മനസ്സുഖവും ഇ വി നമുക്ക് പ്രദാനം ചെയ്യുന്നു. മികച്ച സസ്പെൻഷനും ഉയർന്ന ടോർക്കും വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മറ്റനേകം ഫീച്ചറുകളും നമുക്ക് സമ്മാനിക്കുന്നത് ആയാസരഹിതമായ ഒരു ഡ്രൈവിംഗ് അനുഭൂതിയാണ്. ഒരു പഞ്ഞിക്കെട്ടിന് മുകളിലൂടെ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുന്ന ഒരു പ്രതീതി ഇ വി നമുക്ക് നൽകും. ഇതിനെല്ലാം പുറമെ ഐസ് എഞ്ചിൻ വാഹനങ്ങളെക്കാൾ മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കുറവാണ് ഇ വികൾക്ക്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മനസമാധാനം നൽകുന്ന ഒരു വാഹനമാണ് ഇ വി. ഇതിനെല്ലാം പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്തെന്നാൽ ഇ വി നമ്മളെ ഒരു ബെറ്റർ ഡ്രൈവറാക്കി മാറ്റുമെന്നുള്ള കാര്യമാണ്. കാരണം ഐസ് എഞ്ചിൻ വാഹനത്തിൽ നിന്നും നമ്മൾ ഇ വിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഏതാനും കാലയളവിനുള്ളിൽ തന്നെ നമ്മളിൽ എന്തെങ്കിലും മോശം ഡ്രൈവിംഗ് രീതികളുണ്ടെങ്കിൽ അത് തനിയെ പോയി മറയും. പിന്നീട് നമ്മളൊരു ബെറ്റർ ഡ്രൈവറായി രൂപാന്തരപ്പെടും.
ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഒരു EV കുറേ നാൾ ഓടിച്ചതിന് ശേഷം 1-2 ആഴ്ച നിങ്ങൾ ഐസ് എഞ്ചിൻ വാഹനം കൂടെ ഓടിച്ചു നോക്കണം. അപ്പോൾ നേരത്തെ കിട്ടിയതിനേക്കാൾ കുറച്ചും കൂടി ഒരു ബെറ്റർ മൈലേജ് നിങ്ങളുടെ ഐസ് എഞ്ചിൻ വാഹനത്തിന് കിട്ടുന്ന ഒരു പ്രതീതി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പ്രതീതിയല്ല, കിട്ടുക തന്നെ ചെയ്യും. അതാണ് ഒരു ഡ്രൈവർ എന്ന നിലയിൽ നമ്മളിൽ വന്നിട്ടുള്ള പരിവർത്തനം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഒരു മാനസികമായ ഒരു അനുഭൂതി EV നിങ്ങൾക്ക് സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതിൻ്റേതായ ലിമിറ്റേഷൻസുകളും കുറവുകളുമുള്ളൊരു വാഹനം തന്നെയാണ് EV. ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണ്, അല്ലെങ്കിൽ കുറവുകൾ എന്താണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഡ്രോബാക്സ് എന്താണെന്നുള്ള കാര്യം മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഉടനെ തന്നെ ഷെയർ ചെയ്യുന്നതാവും. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്